ഏതായാലും ബ്രസീൽ, അർജന്റീന തുടങ്ങിയ വമ്പന്മാർക്ക് മാത്രമല്ല ഏഷ്യയിലെ കരുത്തരായ ജപ്പാനും നമ്മൾ നാട്ടിലെ വിശേഷങ്ങൾ കൂടി പരിശോധിച്ചാൽ ജപ്പാനുമുണ്ട് മലപ്പുറത്ത് ആരാധകർ. ഒരു കുടുംബം മുഴുവൻ ജപ്പാൻ ആരാധകരാണ്. സ്വന്തം വീടിന് ജപ്പാൻ ഹൗസ് എന്ന് പേരിട്ടിരിക്കുന്ന കുടുംബം എങ്ങനെ ജപ്പാൻ ആരാധകരായി മാറി എന്ന് നോക്കാം. തിരൂർ താനൂർ സംസ്ഥാന പാതയിലെ നടക്കാവ് പള്ളിക്ക് സമീപത്താണ് ജപ്പാൻ ഹൗസ്. വർഷങ്ങളായി ജപ്പാനിൽ ബിസിനസ് ചെയ്യുകയാണ് അബ്ദുൾ നാസറും കുടുംബവും. വീടിന് പുറത്തിറങ്ങിയാലും കൂട്ടുകാർക്കിടയിലും ജപ്പാന് വേണ്ടി സംസാരിക്കാൻ അബ്ദുൾ നാസർ മുന്നിലുണ്ട്. എല്ലാ വേൾഡ് കപ്പിൽ കളിച്ചു. ഈ അർജന്റീന, ബ്രസീൽ എന്നൊക്കെ പറഞ്ഞാൽ 100 കൊല്ലത്തെ എക്സ്പീരിയൻസ് അവർക്ക്. 100 കൊല്ലത്തെ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ജപ്പാനിൽ ലീഗ് തുടങ്ങുന്നത് 93 ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജപ്പാൻ പ്രണയത്തിന് പിന്നിൽ എന്താണ് കഥയെന്ന് ഫുട്ബോൾ ആരാധകനായ അബ്ദുൾ നാസർ തന്നെ പറയും. ഞാൻ ഇത്രയും കാലമായിട്ട് ജപ്പാനിലാണ്. കാരണം നമുക്കൊരു അന്നം തരുന്ന രാജ്യമാണ്. നമ്മളവിടെ നിന്ന് നമ്മളെ സക്സസ് തന്നെ ജപ്പാനാണ്. 85-ൽ എത്തിയതിനു ശേഷം ഞാൻ അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് എനിക്ക് ജപ്പാനുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു. ഒരുപാട് കാര്യം സമ്പാദിച്ചു. അങ്ങനെയായിട്ടുള്ള ഭയങ്കര സംഭവമാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹോമാണ് ജപ്പാൻ. അപ്പോൾ അവരോടുള്ള ഒരു സ്നേഹം നമുക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജപ്പാനായിട്ട് കുറേ കാലങ്ങളായിട്ട് ഞാൻ ജപ്പാൻ്റെ കൂടെ തന്നെയാണ്. എല്ലാ ഇതിലും കളിയിൽ മാത്രമല്ല എല്ലാ ഇതിലും അവരുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ജപ്പാന്റെ കളി ഏത് സമയത്തായാലും കുടുംബം മുഴുവൻ ടിവിക്ക് മുന്നിലുണ്ടാകും. ലോകകപ്പ് സമയത്തുണ്ടാകുന്ന ആരാധന അല്ല ജപ്പാനോട് നാസറിനും കുടുംബത്തിനും. അതൊരു ആത്മബന്ധം കൂടിയാണ്. വീടിന് ജപ്പാൻ ഹൗസ് എന്ന് പേരിടാൻ കാരണമായതും ആ ಆತ್ಮಬಂಧಂ തന്നെ. ಮಲಯಾಳಂ ಚಾನೆಲ್ ತೋ ಇಶ್ಯೂ ನಂದಕ್ಕಿದೋ ಕ್ಯೂ ಬ್ರಸೀಲ್ ತೋ ನೀವು ಸಕ್ಕ ನಂದಕ್ಕಿದೋ ಜೂಜಿ ಹನ್ನಿ ന്യൂസ് മലയാളം, മലപ്പുറം.